ഹലോ ഫ്രണ്ട്സ്, എല്ലാം പുതിയൊരു വീഡിയോ സ്വാഗതം കഴിച്ചിട്ടുണ്ടോ. നമ്മളൊരു വാച്ച് കണ്ടിട്ടുണ്ടാക്കിയെടുത്താണ്. ഇത് മൊത്തം നമ്മൾ പേപ്പറിനോട്ട് ഉണ്ടാക്കിയെടുത്താണ്. ഇത് നമ്മൾ ഇവിടെ പഠിച്ച് നിൽക്കുക ബുള്ളറ്റ് വിട്ടോ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കണം നോക്കാം. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് വരും. ചാനൽ സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഫ്രണ്ട്സ്, അപ്പോൾ ഉണ്ടാക്കേണ്ടത് നമുക്കൊരു പേപ്പർ എടുക്കാം. അതിൻ്റെ ആ പേപ്പർ വെച്ച് നമ്മൾ 2 റോൾ ഉണ്ടാക്കിയെടുക്കണം. പേപ്പർ ചുറ്റി ഇങ്ങനെ റോൾ ചെയ്തെടുക്കുക. ഒരു വലുതൊരു ചെറുതും ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറാൻ പാകത്തിനുള്ളതായിരിക്കണം കേട്ടോ. അതുകൊണ്ട് ഈ വലിയ റോളിൻ്റെ ഇവിടെ നമ്മളൊന്ന് മുറിച്ചെടുക്കണം. ഞാൻ മുറിക്കാതെ തന്നെ മുറിച്ചെടുക്കുക. ഏടാ ഇങ്ങനെയാണ് മുറിച്ചെടുക്കുക. അവിടെ ഒട്ടിച്ചെടുക്കുക. ഫെവിക്വിക്ക് വെച്ച് കുറച്ച് കട്ടിക്ക് വേണ്ടിയിട്ടത്. എന്നിട്ട് നമ്മൾ നേരത്തെ എടുത്ത ആ ചെറിയ റോളല്ലേ, ആ ചെറിയ റോളിൻ്റെ ബാക്കിൽ ഇങ്ങനത്തെ ഒരു നീളത്തിലുള്ള പേപ്പർ എടുത്തിട്ട് നമ്മൾ ചുറ്റി കൊടുക്കാം മൊത്തമായിട്ട്. ഇതിങ്ങനെയാണ് ചുറ്റി കൊടുക്കുക. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇറക്കി വയ്ക്കുമ്പോൾ ഇങ്ങനെ തടഞ്ഞിക്കാൻ വേണ്ടിയിട്ടത്. കണ്ടോ? അതിൻ്റെ ഇങ്ങനത്തെ ഒരു പേപ്പർ എടുക്കാൻ നീളത്തിലുള്ളത് അത് ആ റോൾ ചെയ്തിട്ട് നമ്മളൊന്ന് പരത്തിയെടുത്ത് എന്താണത്. അത് കഴിഞ്ഞിട്ട് ഈ റോൾ വെച്ചിട്ട് നമ്മൾ അതിൻ്റെ അളവിൽ നമ്മൾ മുറിച്ചെടുക്കണം. ഒരു 4 പീസ്. ഇതിപ്പോൾ നമ്മൾ 4 പീസ് മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ആ റോളിൻ്റെ അടിയിലും സൈഡിലും ഇവിടെയും മുകളിലായിട്ട് ഒട്ടിച്ചെടുക്കുക. ഇതിങ്ങനെ ഇതിപ്പോൾ നമ്മൾ ഒട്ടിച്ചെടുത്താണ് കേട്ടോ. നമ്മൾ ആ റോള് മുറിച്ച് വെച്ചില്ലേ അവിടെ ഒട്ടിക്കണ്ട കേട്ടോ. അതിൻ്റെ ഇങ്ങനത്തെ ഒരു പേപ്പർ മടക്കിയത് ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ കൈയുടെ അളവ് ഇങ്ങനെ നോക്കിയിട്ട് പകുതി ഭാഗം ഇങ്ങനെ മുറിച്ച് വേണം. ഇങ്ങനെ ചെറിയ പീസ് മതി. അത് കഴിഞ്ഞിട്ട് ഇങ്ങനത്തെ റബ്ബർ ബാൻഡ് അതിൻ്റെ അറ്റത്ത് വെച്ചിട്ട് നമ്മൾ ആ പേപ്പർ ഒന്ന് മടക്കി കൊടുക്കുക. അങ്ങനെ ഇപ്പോൾ ആണ്ട് ഒട്ടിച്ചെടുക്കാം അവിടെ. അങ്ങനെ ഇപ്പുറത്തെ സൈഡും ഇങ്ങനെ റബ്ബർ ബാൻഡ് ഉള്ളിൽ വെച്ചിട്ട് പേപ്പർ മടക്കി കൊടുക്കുക. എന്നിട്ട് അവിടെ ഒട്ടിച്ചെടുക്കുക. അപ്പോൾ നമ്മളെ കെട്ടണതല്ലേ വാച്ചുമേ, കൈ കെട്ടണതല്ലേ, ആ സാധനമായിട്ട് റെഡി ആക്കണം. ഇപ്പോൾ അത് നമുക്ക് ടൈറ്റിനനുസരിച്ച് ഇടാട്ടത്. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ഇത് അവിടെ ഒട്ടിച്ചേക്കുക. എന്നിട്ട് ഇങ്ങനത്തെ ചെറിയൊരു പീസ് എടുത്തിട്ട് നമ്മൾ ഈ മുറിച്ച് വെച്ച് അതിൻ്റെ ബാക്കിൽ ഇങ്ങനെ ഒട്ടിച്ചേക്കുക. അപ്പോൾ ഒട്ടിച്ചെടുത്തന്നെ കേട്ടോ. അതിൻ്റെ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ചെറിയ റോൾ അതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ചിട്ട് ഒരു റബ്ബർ ബാൻഡ് ഇത് ഇവിടെ നിന്ന് എടുത്തിട്ട് നമ്മൾ ബാക്കിലേക്ക് ഇട്ട് കൊടുക്കണം. ഇത് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പോൾ സംഭവത്തിൻ്റെ പരിപാടി ഇത്രേ ഉള്ളൂ. എന്നിട്ട് ഇങ്ങനെ വലിച്ച് നമ്മൾ ആ മുറിച്ചില്ല, ആ മുറിച്ചതിൻ്റെ അവിടേക്കൊന്ന് ഇറക്കി കൊടുക്കുക. ഇറക്കി വെച്ചാൽ ഇങ്ങനെ വലിച്ചിട്ടൊന്ന് പൊക്കി കൊടുക്കുക. അപ്പോൾ അത് അങ്ങനെ അവിടെ തടഞ്ഞിരുന്നുള്ളൂ കേട്ടോ. എന്നിട്ട് അതും പിടിച്ച് ഞെക്കുമ്പോൾ അത് പൊക്കോളും. ഈ വാച്ചെടുത്ത് കയ്യിലിടാം. ഇത് നമ്മൾ വലിച്ച് റീലോഡ് ചെയ്യാം. അതിൻ്റെ ബുള്ളറ്റിനാണ് നമ്മൾ പേപ്പറിൻ്റെ റോൾ തന്നെ ആയിട്ട് എടുത്താണ്. അതിൻ്റെ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്കിട ബുള്ളറ്റ് എന്നിട്ട് അവിടെ പിടിച്ചൊന്ന് പ്രസ് ചെയ്യാം. വേണ്ട സംഭവത്തിന് അത്യാവശ്യം പവർ ഒക്കെ ഉണ്ട് കേട്ടോ. ആ റബ്ബർ ബാൻഡിൻ്റെ കട്ടി കുറച്ച് കൂട്ടിയായിട്ടോ. അപ്പം നല്ല പവറിലൊക്കോളും.